ഇത് സീഡൊന്നും ഇല്ല ഇതിന് കേട്ടോ. ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് നമ്മളൊരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ കാഴ്ചയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. നമ്മളത് വലിയ വില കൊടുത്തിട്ട് വാങ്ങിച്ചതാണ്. ഇതിന് കിലോയ്ക്ക് അങ്ങാണ്ട് 300 സംതിങ് രൂപ വിലയുള്ള ഫലമാണ്. അപ്പോൾ വീട്ടിൽ വന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് നോക്കിയായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ തമ്മളി പറ്റിയിട്ടുണ്ടോ? ഇനി അത് വരാതിരിക്കാൻ എല്ലാവരും ഒരു പ്രിക്കോഷൻ എടുക്കുക. അവിടെ വെച്ച് തന്നെ നമ്മൾ മാക്സിമം നല്ലത് നോക്കി തിരഞ്ഞെടുക്കുക. അവർ എടുത്തു തരുന്നത് നമ്മൾ കവറിലിട്ട് തിരിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ വരുമ്പോഴത്തേന് അത് ഒരുപാട് കേടുള്ളതുണ്ട്. നമുക്ക് കഴിക്കാൻ പോലും പറ്റാതെ വരുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ 1-2 ഞാൻ പൊട്ടിച്ച് നോക്കി. 3 പൊട്ടിച്ചപ്പോൾ 1 ആയിരുന്നു കൊള്ളാവുന്നത്. ഇനിയിപ്പോൾ 5 ഉണ്ട്. അത് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കിയാലോ. ഇതൊന്നും നമ്മുടെ നാട്ടിലില്ലാത്ത പഴമായതുകൊണ്ട് നമുക്ക് ഒരുപാട് ഇഷ്ടം ഉണ്ടായിട്ട് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ അവസ്ഥയൊന്ന് ആലോചിച്ചു. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഉൾവശം. അപ്പോൾ ഇതിൻ്റെ ആ പൾപ്പൊക്കെ നന്നായിട്ട് ഉണങ്ങി പൂത്ത് ഒരു പരുവമായിരിക്കും. കണ്ടോ, ഇനിയിപ്പോൾ അടുത്തത് നോക്കിയെടുക്കാം. ഇതിപ്പോൾ 1 അങ്ങനെ പോയി. അപ്പോൾ നമ്മൾ 1 കിലോ വാങ്ങിച്ചു കഴിഞ്ഞാൽ എത്ര എണ്ണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് കാണാം. ഇതും അത് തന്നെ. കണ്ടോ, ഇതിലെല്ലാം സംഭവമുണ്ട്. പക്ഷെ അത് ഉണങ്ങി എത്ര നാളത്തെ വഴക്കമുണ്ടെന്ന് പോലും നമുക്കറിയത്തില്ല. ഇത് ഇന്നലെ വാങ്ങിച്ച സാധനമാണ്. കണ്ടില്ലേ? ഇനി ഇതിപ്പോൾ നമുക്ക് തിരിച്ചു കൊടുക്കാനും പറ്റത്തില്ലല്ലോ. ഇനി എപ്പോഴേലും ആയിരിക്കും അവിടെ പോകുന്നത് നമ്മൾ. അപ്പോൾ അത് 2 അങ്ങനെ 2 അവസ്ഥ അങ്ങനെ ആയി. അടുത്തത് നോക്കാം. അപ്പം കുട്ടികളൊക്കെ ഉള്ളത് അതിലൊന്നുമില്ലേ? അതൊന്നും ഇല്ലാത്ത സംഭവമാണ്. അപ്പോൾ അത് അങ്ങനെ ഇരിക്കട്ടെ. കുട്ടികളൊക്കെ ഉള്ളിടത്ത് നമ്മൾ ഇത് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് കട്ട് ചെയ്യുകയാണ്. പുറത്തിന് നല്ല മയം ഉണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. കണ്ടോ, അപ്പോൾ ഈ 4 എടുത്തതിൽ നമുക്ക് 1 ഭംഗിയായിട്ട് കിട്ടിയത്. അതും കേടാകാൻ തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ അത് വലിയ കുഴപ്പമില്ല. അപ്പം ഇതാണ്, നല്ല ടേസ്റ്റൊക്കെയാണ്. നമ്മളിത് കണ്ട ആരായാലും കഴിച്ചു പോവും. അതിലോട്ടിടാൻ നമുക്ക് ഇനി 1 പൊട്ടിച്ച് നോക്കാൻ. അപ്പോൾ അതിൻ്റെ അകം നല്ല ചുവപ്പ് വെള്ളത്. കണ്ടോ, ഇത് കേടായിട്ടില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇത് ഒരുപക്ഷെ കടക്കാർക്കറിയായിരിക്കും ഇത് നല്ല അല്ലെന്നുള്ളത്. അവർ കൂട്ടത്തിൽ എടുത്ത് തന്നെ. ഇതിൻ്റെയും പുറം വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എന്നാലും കട്ട് ചെയ്യട്ടെ. ഇതും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇങ്ങനെ ഞെക്ക് കൊള്ളുന്നത് മാത്രം, ഇനി അഥവാ ഇത് വാങ്ങിക്കുന്നവർ ഞെക്ക് കൊള്ളുന്നത് മാത്രം നോക്കിയെടുക്കുക. കട്ടിയുള്ളത് ഒരിക്കലും എടുക്കാതിരിക്കുക. എനിക്ക് പറ്റിയ അവസ്ഥ നിങ്ങൾക്ക് ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. നമ്മുടെ പൈസയ്ക്ക് മൂല്യമുള്ളതാണ്. അപ്പോൾ അത് കാശ് കൊടുത്ത് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാനൂടെ പറ്റണം. പഴങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന മംഗൂസ്റ്റിനകത്ത് ധാരാളം ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. ദഹന പ്രക്രിയ നല്ലതുപോലെ ലഘൂകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി പവർ കൂടുതലുള്ളതാണ്. ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഫലമാണ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടും ഇത് കഴിക്കാൻ നല്ലത് തന്നെയാണ്. അപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് തന്നെ വാങ്ങുക. തോടുണങ്ങിയത് ഒരിക്കലും വാങ്ങിക്കാതിരിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം
എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.